സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ജനങ്ങളും അണിനിരക്കേണ്ടത് ആവശ്യമാണ്. കോൺഗ്രസ് വെള്ളാപ്പള്ളിയുടെ ഈ നീക്കത്തെ ശക്തമായി നേരിടും. നാട് നശിച്ചാലും വിരോധമില്ല, തനിക്ക് നേട്ടങ്ങളുണ്ടായാൽ മതി എന്ന വെള്ളാപ്പള്ളിയുടെ ആപൽക്കരമായ ഈ മനോഭാവം, അതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ജനശക്തി മാത്രമാണ് അതിനുള്ള മറുപടി. ജനങ്ങളുടെ ശക്തമായ വികാരം ഇതിനെതിരെ ഉയർന്നു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, കോൺഗ്രസ് ഇതേക്കുറിച്ച് സർക്കാരിനോട് ആവശ്യപ്പെടും. കാരണം ഇന്നേ വരെ ഇതേ രീതിയിൽ കേരളത്തെ ഒരു വർഗീയ കലാപത്തിലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കം ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സമാനതകളില്ലാത്ത തികച്ചും ദുഷ്ടവിചാരത്തോടു കൂടിയിട്ടുള്ള ഈ നീക്കം ഒരിക്കലും അനുവദിക്കാനാകില്ല. നാടിന് ആപത്ത് വരുത്തി വയ്ക്കുന്ന, ജനങ്ങളുടെ ജീവിതം, ജനങ്ങളുടെ സ്വൈരജീവിതം ഇല്ലാതാക്കുന്ന, ഈ നാടിനെ വീണ്ടും ഇരുണ്ടൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രം ഇടവരുത്തുന്ന ഈ തരത്തിലുള്ള നീക്കങ്ങളെ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാനാവില്ല. ഈ വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ആളുകളെ പുറത്താക്കാൻ ശ്രമിച്ചാൽ, അതായത് ജാഥയിൽ പങ്കെടുക്കുന്നതിന് പുറത്താക്കാൻ ശ്രമിച്ചാൽ പിന്നെ കോൺഗ്രസിൽ ആളുണ്ടാക്കണം. കോൺഗ്രസിൻ്റെ കാര്യം നോക്കാൻ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ്സിന് വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നേതൃത്വമുണ്ട്, പ്രതിജ്ഞാബദ്ധതയുള്ള അണികളുണ്ട്. ഒരു കാര്യം ഞാൻ വിനീതമായി ചോദിക്കട്ടെ, ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കേരളീയ സമൂഹത്തിനുള്ള സംഭാവന എന്താണ് കോൺട്രിബ്യൂഷൻ? അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ബിസിനസ് നടത്തി ലാഭങ്ങളുണ്ടാക്കുന്നു, അത് മനസ്സിലാക്കാം. അതുപോലെ അദ്ദേഹം നേതൃത്വം കൊടുത്ത സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള നീതി ചെയ്യാൻ ശ്രമിച്ചു എന്ന് ഉറപ്പിച്ച് പറയാനാകുമോ? സ്വന്തം താൻ നേതൃത്വം കൊടുത്ത സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നീതി ചെയ്യാൻ തയ്യാറാകാത്ത അദ്ദേഹം സാമൂഹ്യ നീതിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. ഒരൊറ്റ അജണ്ട മാത്രമാണ് കേരളത്തെ കലക്കുക, വർഗീയ വിഷം വമിപ്പിച്ച് കേരളത്തെ ഭിന്നിപ്പിക്കുക, ജനങ്ങളെ ഭിന്നിപ്പിക്കുക. കേരളത്തിന് ആപൽക്കരമായ ഈ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല.